ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ക്യാരറ്റും സേമിയയും മിക്സ് ചെയ്തിട്ടുള്ള പായസമാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 2 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 150 ഗ്രാം സേമിയയും 1 ലിറ്റർ പാലും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 2.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഈ ക്യാരറ്റിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ 3 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണിന് 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. പഞ്ചസാര ക്യാരറ്റുമായി നന്നായിട്ട് ചേർന്ന് വന്നതിന് ശേഷം, അതായത് ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 ലിറ്റർ പാലിൽ നിന്ന് കുറച്ചാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്ന പാല് പാക്കറ്റ് പാലാണ്. ഈ പാല് കാച്ചിയതൊന്നുമല്ല, പച്ചയ്ക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാലൊന്ന് വേകണം. അതിനോടൊപ്പം ഈ ക്യാരറ്റും ഈ പാലുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടാകും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് വറ്റി കുറുകി വരണം. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പായസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ മറ്റൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അതേ പാത്രത്തിൽ തന്നെ പ്രത്യേകം നെയ്യൊന്നും ഒഴിക്കേണ്ട, ആ ബാലൻസ് വന്ന നെയ്യിൽ തന്നെ നമുക്ക് സേമിയ വറുത്തെടുക്കാം. സേമിയ ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മധുരത്തിനായി പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത്. അതായത് ആദ്യം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ സേമിയ നന്നായിട്ട് വെന്ത് കിട്ടത്തില്ല. പാല് പാട കെട്ടാതിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാകുമ്പോൾ പായസത്തിൽ പാട കെട്ടാതെ വരും. ഇനി ഞാൻ പഞ്ചസാര കുറച്ചേ ചേർത്ത് കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യമേ ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേമിയയും വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. പാല് ഞാൻ ചേർത്ത് കൊടുത്ത സമയത്ത് പാലിൽ വെള്ളമൊന്നും മിക്സ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നല്ല കുറുകിയ പായസമാണ് തയ്യാറായി കിട്ടിയിരിക്കുന്നത്. ഏലക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അധിക സമയമൊന്നും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.